ജോർദാനിലെ പെട്ര എന്ന ലോകാത്ഭുതത്തിന്റെ കാഴ്ചകളിലൂടെ നടക്കുകയാണ് ഞാൻ. ഇവിടുത്തെ ട്രഷറി എന്ന മഹാനിർമ്മിതി കണ്ട ശേഷം അകലെയുള്ള ടൂമ്പുകളാണ് അടുത്ത ലക്ഷ്യം. സഞ്ചാരികളുടെ ഒഴുക്ക് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. വെയിലിന്റെ തീവ്രത കൂടി വരികയാണ്. കഴുതകളും കുതിരകളുമെല്ലാം പുറത്തേറിപ്പോകാം എന്ന പ്രലോഭനവുമായി മുന്നിലുണ്ട്. പക്ഷേ എനിക്ക് നടന്നു തന്നെ ചിത്രീകരിക്കണം. കുറെ നടന്നാൽ ആളുകൾ മടുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് കഴുതക്കൂട്ടം മുന്നിൽ പോകുന്നത്. 2000 വർഷം മുൻപ് പെട്രയിൽ വസിച്ചിരുന്ന മനുഷ്യർ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന ടൂമ്പുകൾക്കരികിലേക്കാണ് നടന്നെത്തുന്നത്. ഈജിപ്തിൽ പിരമിഡുകളിലെന്നോണം വളരെ ആർഭാടങ്ങളോടെയാണ് ഈ ടൂമ്പുകളിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. കുറേയേറെ ടൂമ്പുകളുടെ ഒരു നീണ്ട നിര. പാറകൾ അതിമനോഹരമായി വെട്ടിയൊരുക്കിയിരിക്കുന്നു. അവയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന കൊത്തുപണികൾ കാലപ്രവാഹത്തിനിടെ തേഞ്ഞുപോയിട്ടുണ്ട്. പൂർണ്ണതയോടെ നിന്ന കാലത്ത് ഇതിൻ്റെയൊക്കെ ഭംഗിയും സൗന്ദര്യവും എത്രയായിരുന്നെന്നും ഈ പ്രദേശത്തെ തന്നെ ജീവിതം എങ്ങനെയായിരുന്നെന്നുമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ നിർമ്മിതികളുടെ യഥാർത്ഥ വലിപ്പം അറിയണമെങ്കിൽ അതിനു മുന്നിലൂടെ നടക്കുന്ന ആളുകളുടെ ഉയരമൊന്ന് താരതമ്യം ചെയ്താൽ മതി. പുരാതന ഈജിപ്തിലെന്ന പോലെ മൃതദേഹങ്ങൾക്കൊപ്പം വിലയേറിയ വസ്തുക്കൾ ടൂമ്പിൽ അടക്കം ചെയ്യുന്ന പതിവ് നബാത്യന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലത്തെപ്പോഴോ ഈ ടൂമ്പുകളെല്ലാം കൊള്ളയടിക്കപ്പെടുകയാണുണ്ടായത്. ഇപ്പോൾ ഓരോ ടൂമ്പും ഗവേഷകർ നമ്പറിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 67-ാം ടൂമ്പ് തീഫ് ടൂമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മോഷ്ടാവ് കുറേ കാലം അതിനുള്ളിൽ ഒളിച്ചു വസിച്ചിരുന്നുവെന്നാണ് പ്രാദേശികരായ ബന്ധുക്കൾ പറയുന്നത്. ടൂമ്പുകൾക്ക് മീതെ കൂടി വളരെ ഉയരത്തിൽ ഒരു ചാല് പോകുന്നത് കാണാം. പഴയകാലത്ത് വെള്ളം കൊണ്ടുപോയിരുന്ന സംവിധാനമാണത്. ടൂറിസ്റ്റുകൾ പലരും ഒട്ടകപ്പുറത്ത് കയറിക്കഴിഞ്ഞു. 3 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ക്ഷീണിതരായിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ കുലുങ്ങി നീങ്ങുന്ന ഒട്ടകപ്പുറത്തിരുന്ന് ചിത്രീകരണം ഒട്ടും സാധ്യമല്ല. അതുകൊണ്ട് എനിക്കിതെല്ലാം കണ്ടു നിൽക്കാനേ കഴിയൂ. 20 ദിനാറാണ് ഇത്തരമൊരു സവാരിക്ക് ഈടാക്കുന്നത്. അതായത് നമ്മുടെ 2000 രൂപ. കഴുതയ്ക്ക് 5 ദിനാർ കുറയും. കുതിരയ്ക്കാകട്ടെ തരക്കേടില്ലാത്ത തുകയുമുണ്ട്. ടൂമ്പ് 67-ന്റെ നേരെ എതിർഭാഗത്ത് 825 എന്ന നമ്പർ നൽകിയിരിക്കുന്ന കുടീരമാണ്. ഒരു കുടുംബക്കല്ലറയായിരുന്നു ഇത്. ഒരു വാതിലിലൂടെ അകത്തു കടന്നാൽ നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന ചേംബറുകളുള്ള ടൂമ്പുകളും ഇവിടെയുണ്ട്. ഒരു പൊത്തിനകത്ത് ഒരു കഴുത സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇവിടെ മലയുടെ തണലിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ മറുഭാഗത്ത് മുഴുവൻ കുടീരങ്ങളും മൃതദേഹ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നിരുന്ന സ്ഥലങ്ങളുമെല്ലാം കാണാം. നിരവധി നിർമ്മിതികൾ. മലയുടെ ചെരുവ് മുഴുവൻ ഗുഹകൾ. അതെല്ലാം തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നിടങ്ങളാണ്. അതിസമ്പന്നമായൊരു സംസ്കാരം നിലനിന്ന പ്രദേശമാണ് പെട്ര. വ്യാപാരത്തിലൂടെ അഭിവൃദ്ധിയിലേക്ക് ഉയർന്ന നബാത്യന്മാർ തങ്ങളുടെ സ്വകാര്യ അഹങ്കാരമെന്നോണം ഈ നഗരത്തെ സുന്ദരമാക്കി. ചൈനയിൽ നിന്നുള്ള പട്ടും ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും അറേബ്യയിൽ നിന്നുള്ള സുഗന്ധലേപങ്ങളും പെട്രയിലെത്തിയിരുന്നു എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. നിരവധി ഒട്ടകങ്ങളോടുകൂടിയ നബാത്യൻ കച്ചവട സംഘങ്ങൾ ഇവിടെ നിന്നും അറേബ്യയുടെ പല ഭാഗങ്ങളിലേക്കും ഈജിപ്തിലേക്കും സിറിയയിലേക്കുമെല്ലാം സഞ്ചരിച്ചിരുന്നു. വലിയ സമ്പത്തുമായാണ് ഓരോ തവണയും ആ സംഘങ്ങൾ മടങ്ങി വന്നിരുന്നത്. ചുറ്റുമുള്ള മലകൾ ഒരു കോട്ട പോലെ നിന്ന് സംരക്ഷിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു പെട്ര. സർവസജ്ജമായ ഒരു പട്ടണം. അക്കാലത്ത് ഇവിടെ വസിച്ചിരുന്നവർക്ക് പ്രത്യേക ലിപി തന്നെ ഉണ്ടായിരുന്നു. ബൈസന്റൈൻ അധിനിവേശമുണ്ടാകുന്ന AD 5-ാം നൂറ്റാണ്ട് വരെയും ആ ലിപി നിലനിൽക്കുകയും ചെയ്തു. ഒട്ടകങ്ങൾ തന്നെയായിരുന്നു അന്നും ഇവിടെയുള്ളവരുടെ വാഹനം. മനുഷ്യരും ഭാഷയും വേഷവുമെല്ലാം മാറിയെങ്കിലും മരുഭൂമിയിലെ ഈ വാഹനങ്ങൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. ഇത്തരത്തിൽ തൊങ്ങൽ കെട്ടിയ എത്രയോ ഒട്ടകങ്ങൾ അന്നും പെട്രയുടെ തെരുവോരങ്ങളിൽ വിശ്രമിച്ചിരുന്നിരിക്കാം. പഴയകാലത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകും മട്ടിലാണ് ഒട്ടകക്കൂട്ടങ്ങൾ മലകളുടെ തണലിൽ വിശ്രമിക്കുന്നത്. ഇവിടെ നിന്ന് പടവുകൾ കയറി മലയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. അവിടെ ഒരു ബലിക്കല്ലാണ് കാണാനുള്ളത്. ദേവകൾക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടിരുന്ന ഒരു വേദി. ഞാൻ അവിടേക്ക് കയറേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം ഓരോ ചെറുകാഴ്ചയും പകർത്താൻ തുടങ്ങിയാൽ 2 ദിവസം കൊണ്ടും തീരില്ല പെട്രയിലെ ഷൂട്ടിംഗ്. മുന്നോട്ടുള്ള നടത്തം തുടരുകയാണ്. കഴുതപ്പുറത്ത് കുറേ സഞ്ചാരികൾ മടങ്ങുന്നുണ്ട്. വളരെ ഉത്സാഹത്തോടെ അങ്ങോട്ട് നടന്നു പോയവരാണ്. ക്ഷീണിതരായപ്പോൾ മടക്കയാത്രയ്ക്ക് കഴുതപ്പുറമേറിയിരിക്കുന്നു.
ഓരോ മലയിലും നൂറുകണക്കിന് ഗുഹകളാണ് കാണുന്നത്. ഇവയിൽ മിക്കതിൻ്റെയും മുൻഭാഗം ആദിമകാലത്ത് വളരെ മനോഹരമായ കൊത്തുപണികൾ നടത്തിയവയായിരുന്നു. മഴയും കാറ്റുമേറ്റും ടൂംബ് റൈഡേഴ്സിന്റെ ആക്രമണത്തിലും തകർന്നു പോയതാണ് പലതും. പഴയ തിയേറ്ററിന് മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നബാത്തിയന്മാർ നിർമ്മിച്ച തിയേറ്റർ തന്നെയാണിത്. ഇരിപ്പിടങ്ങൾ കാലപ്രവാഹത്തിൽ തേഞ്ഞുപോയിരിക്കുന്നു. സാൻഡ്സ്റ്റോൺ ആയതിനാലാണ്. ഒരേ സമയം 3000 കാണികൾക്കിരിക്കാവുന്ന തിയേറ്റർ. AD 64 ഇവിടം തങ്ങളുടെ അധീനതയിലാക്കിയ റോമാക്കാർ ഈ തിയേറ്ററിനെ ഒന്ന് വിപുലപ്പെടുത്തിയിരുന്നു. തിയേറ്ററിന്റെ നേരെ എതിർവശത്തുള്ള ഗുഹകളാണ് ഇക്കാണുന്നത്. അതിന് ഭിത്തിയിലും മേൽക്കൂരയിലും കാലം നടത്തിയ ചിത്രപ്പണികൾ, പല നിലകളിലായി വെട്ടിയൊരുക്കിയ ഗുഹകൾ. ഇങ്ങനെ മലയിൽ വെട്ടിയുണ്ടാക്കിയ വീടുകളിലായിരുന്നു നബാത്തിയന്മാർ വസിച്ചിരുന്നതും. കുറച്ചുകൂടി മുന്നോട്ടു ചെല്ലുമ്പോൾ മറ്റൊരു മലയുടെ മുകളിലാകെ കുറേയേറെ നിർമ്മിതികൾ, ഗുഹകളും ആർച്ചുകളും തൂണുകളുമെല്ലാം ഉണ്ട്. ഉറൻ ടൂംബ് എന്നും ദ കോർട്ട് എന്നും അറിയപ്പെടുന്ന നിർമ്മിതിയാണത്. പെട്രയിലെ രാജകീയ സംസ്കാര സ്ഥലത്തിന്റെ ഭാഗം. 16 മുതൽ 26 മീറ്റർ വരെയാണ് ആ രാജകീയ നിർമ്മിതിയുടെ ഉയരം. AD 447 അതൊരു ക്രിസ്തീയ ദേവാലയമാക്കി മാറ്റിയതായുള്ള ലിഖിതങ്ങൾ ഉറൻ ടൂംബിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ജോർദാന്റെ അത്ഭുതങ്ങൾ. അമ്മാനിലെ കാഴ്ചകളെക്കാൾ ഏറെ അത്ഭുതങ്ങൾ ജോർദാനിൽ കാണാനുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതും ഇതുകൊണ്ടാണ്. മലയുടെ മുകളിലൂടെയൊക്കെ ധാരാളം പേർ ചരിത്രാവശിഷ്ടങ്ങൾ അന്വേഷിച്ചു നടക്കുന്നു. ഞാനും മല കയറാൻ തീരുമാനിച്ചു. സാധാരണ ടൂറിസ്റ്റുകൾ പോകുന്ന നല്ല വഴി വിട്ട് കുറുക്കുവഴിയിലൂടെയാണ് മലമുകളിലെ നിർമ്മിതികൾക്കടുത്തേക്ക് നടക്കുന്നത്. മണൽ ചുട്ടുപഴുത്തു കിടക്കുന്നു. വെയിലിന്റെ കാഠിന്യം കൂടിയിട്ടുമുണ്ട്. കയറിയെത്തുന്നത് റോയൽ ടൂംബ്സിന്റെ അരികിലേക്കാണ്. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. വലിയൊരു മലയെ പൂർണ്ണമായും ടൂംബ് കോംപ്ലക്സ് ആക്കി മാറ്റിയിരിക്കുന്നു. ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയതാണിതെന്നോർക്കണം. അതിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യന്റെ രൂപവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ ഗുഹാകവാടത്തിന്റെയും വലിപ്പം വ്യക്തമാകും. 2000 വർഷം മുൻപ് ഇവിടെ ജീവിച്ച മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും കരവിരുതിന്റെയും പ്രതിഫലനം തന്നെയാണിത്. റോമിലെയും ഗ്രീസിലെയും നിർമ്മിതികളെ നബാത്തിയന്മാർ ഇവിടെ അനുകരിക്കുകയായിരുന്നെന്നും ഗവേഷകർ വിലയിരുത്തുന്നുണ്ട്. റോമിലും ഗ്രീസിലും വലിയ കല്ലുകൾ കൊണ്ട് പടുത്ത നിർമ്മിതികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ ഓരോ മലയെയും ആ വിധത്തിൽ വെട്ടിയൊരുക്കുകയായിരുന്നു. ഈ മലയിലുള്ളതെല്ലാം രാജകീയ ടൂംബുകളാണ്. പാലസ് ടൂംബ്, കൊറിന്ത്യൻ ടൂംബ്, സിൽക്ക് ടൂംബ്, ഉറൻ ടൂംബ് എന്നിങ്ങനെ ആധുനികകാല ഗവേഷകർ അവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നു. താഴ്വരയിൽ വസിക്കുന്ന ജനത്തിന്റെ കാഴ്ചയിലേക്ക് എപ്പോഴും എത്തുന്ന വിധത്തിലാണ് റോയൽ ടൂംബ്സിന്റെ സ്ഥാനം. ഓരോ നിർമ്മിതിയുടെയും രൂപം കണക്കിലെടുത്താണ് ഗവേഷകർ അവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്. ഇതാണ് പാലസ് ടൂംബ്. പഴയകാലത്തെ റോമൻ കൊട്ടാരത്തിന്റെ രൂപമാണിതിന്. രാജാക്കന്മാരെ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ളവരെയും റോയൽ ടൂംബുകളിൽ സംസ്കരിച്ചിരുന്നു. ചില ടൂംബുകൾ മലയിൽ കൊത്തിയെടുത്തതിനു പുറമെ വലിയ കല്ലുകൾ കൊണ്ട് പടുത്ത പടവുകളും ഭിത്തികളും കാണാം. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങേ മലഞ്ചെരുവിൽ അല്പം മുമ്പ് ഞാൻ കണ്ട തിയേറ്റർ കാണാം. തിയേറ്ററിന് മുകളിലെ മലയിലും ടൂംബുകളും ഗുഹാവീടുകളുമുണ്ട്. അത്ഭുതങ്ങളുടെ ഒരു താഴ്വാരമാണ് പെട്ര. ഇവിടുത്തെ നിർമ്മിതികൾ കാണാൻ നിയതമായ വഴികളിലൂടെ പോകണമെന്നില്ല. പല ട്രെയിലുകൾ. അതിലൂടെയെല്ലാം ഇഷ്ടമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കാം. ടൂറിസ്റ്റുകളുടെ ചെറുസംഘങ്ങൾ പല വഴികളിലൂടെ നടക്കുന്നു. അങ്ങകലെ വേറെയും നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. ഖസർ അൽ ബിന്ദ് ടെമ്പിൾ, ഗ്രേറ്റ് ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന നിർമ്മിതികൾ അതിലുണ്ട്. ആ വഴിയിലൂടെ വീണ്ടും 2 കിലോമീറ്ററിലേറെ നടന്നാലേ പെട്രയുടെ ഒരറ്റത്തുള്ള മൊണാസ്ട്രി ബിൽഡിങ്ങിനടുത്തെത്തൂ. മുന്നിൽ വലതുവശത്ത് കാണുന്ന മലയുടെ മുകളിലാണത്. അവിടേക്ക് പോകണമോ എന്ന കാര്യം ഇവിടെയുള്ള കാഴ്ചകൾ ചിത്രീകരിച്ച ശേഷം തീരുമാനിക്കാമെന്നുറച്ചു. റോയൽ ടൂംബ്സിലെ നിർമ്മിതികളുടെ ചുവട്ടിലൂടെ നടത്തം തുടരുകയാണ്. സമ്പന്നവും സമാധാനപൂർണവുമായ ഒരു ജീവിതമായിരുന്നു ആദിമകാലത്തെ പെട്രയിലേത്. ഏറ്റവും സജീവമായിരുന്ന കാലത്തും ഈ നഗരത്തിൽ 4000-ലധികം ആളുകൾ വസിച്ചിട്ടുണ്ടാവില്ലെന്നാണ്
ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. നഗരജനസംഖ്യയിൽ ഒരു ഭാഗം എപ്പോഴും വണിക്കുകളായി ദേശാന്തരഗമനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കച്ചവടത്തിലൂടെ അവർ വലിയ സമ്പത്ത് ഈ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. തങ്ങൾ പോകുന്ന നാടുകളിൽ നിന്നുള്ള അറിവുകളും. അങ്ങനെയാണ് റോമൻ നഗരങ്ങളിലെ മന്ദിരങ്ങളുടെ ഡിസൈനുകളൊക്കെ ഇവിടേക്കെത്തുന്നത്. ബൈബിൾ പഴയ നിയമകാലത്തെ അരാമിക് ഭാഷയുടെ ഒരു വകഭേദമാണ് അവർ സംസാരിച്ചിരുന്നത്. മുന്നിൽ കാണുന്ന ഗ്രേറ്റ് ടെമ്പിൾ എന്ന ഭാഗത്തേക്കും അതിന് തൊട്ടടുത്തുള്ള കോളനൈറ്റ് സ്ട്രീറ്റിലേക്കുമൊക്കെയാണ് ഇനി എനിക്ക് പോകേണ്ടത്. മരുഭൂമിയിലൂടെ നീണ്ടുകിടക്കുകയാണ് മൺപാത. നല്ല വെയിൽ. നടന്ന് മടുത്തിരിക്കുന്നു. വളരെ ശ്രമപ്പെട്ടാണ് കാലുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്കിലും അങ്ങേയറ്റത്തെ കാഴ്ചകൾ കൂടി പകർത്തിയെങ്കിൽ മാത്രമേ പെട്രയുടെ ഒരു പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. കുറെ നടന്ന ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അല്പം മുമ്പ് കണ്ട റോയൽ ടൂംസിനു മുന്നിലൊക്കെ ഉറുമ്പുകളെപ്പോലെ നീങ്ങുന്ന ആളുകളെ കാണുന്നു. അത് ഏറെ അകലെയാണെന്ന് കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം ഞാൻ ഇത്ര ദൂരം നടന്നിരിക്കുന്നു. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എന്നോ വറ്റി വരണ്ടുപോയ ചെറുനദി. അതിന് പുതിയ കാലത്ത് ഒരു പാലം പണിതു വച്ചിരിക്കുന്നു. പെട്രയുടെ പല ഭാഗങ്ങളിലേക്കും നേരെ നടക്കാനാവില്ല. കുന്നുകളിലും താഴ്വരകളിലുമൊക്കെയായി വളഞ്ഞു പുളഞ്ഞു കിടക്കുകയാണ് നടപ്പാതകൾ. അതുകൊണ്ടുകൂടിയാണ് ഏറെ ദൂരം നടക്കേണ്ടി വരുന്നതും. വളഞ്ഞും പുളഞ്ഞും കുന്നുകളെ ചുറ്റിയും പോകുന്ന വഴികളിലൂടെയാവുമ്പോൾ നടത്തം 8-10 കിലോമീറ്റർ ആവുന്നു. പാലം കടക്കുമ്പോൾ അഗാധതയിലൂടെ എന്നോ ഒഴുകിയിരുന്ന നദിയുടെ അടിത്തട്ട് കാണാം. ഇപ്പോഴും മഴക്കാലത്ത് ഇതിൽ നീരൊഴുക്കുണ്ടാവുമായിരിക്കാം. ഉരുക്കിന്റെ ഒരു താൽക്കാലിക പാലം. അത് കടന്നു ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ കാത്തു നിൽക്കുന്നു. കഴുതപ്പുറത്ത് കയറുന്നു എന്നാണ് ചോദ്യം. മിടുക്കിയായ ഒരു പെൺകുട്ടി. അധികം കുതിരകളും കഴുതകളും ഒന്നുമില്ലാത്ത ഒരിടത്ത് സഞ്ചാരികളെ പിടികൂടാനായി വന്നു നിൽക്കുകയാണ്. അവൾ പേര് പറഞ്ഞു. തമാൻ. ഇവളുടെ കഴുതയ്ക്കുമുണ്ട് സുന്ദരമായ ഒരു പേര്, അലക്സാൻഡ്ര. തമാന് കഷ്ടിച്ച് ഇംഗ്ലീഷ് അറിയാം. എനിക്ക് കഴുതപ്പുറത്ത് യാത്ര ചെയ്യാനാവാത്തതിന്റെ കാരണം ഞാൻ അവളെ ബോധ്യപ്പെടുത്തി. ഇവിടെ പുതിയ കാലത്ത് പണിത വലിയൊരു ഷെൽട്ടർ കാണാം. ബൈസന്റൈൻ കാലത്ത് പെട്രയിലുണ്ടായിരുന്ന ചർച്ച് കോംപ്ലക്സ് ആണ് ഇത്. പെട്ര ബൈസന്റൈൻമാരുടെ ആധിപത്യത്തിന് കീഴിലായ ശേഷമാണ് ഇവിടെ ക്രിസ്തീയ ദേവാലയങ്ങൾ ഉയരുന്നത്. പെട്രയിലെ നബാത്യൻ നിർമ്മിതികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണിത്. ഹാളിന്റെ ഒരറ്റത്ത് ഒരു ഉയർന്ന തറ, ഇരുഭാഗത്തും ഉരുളൻ തൂണുകൾ. ധാരാളം മൊസൈക്ക് വർക്കുകളാണ് പള്ളിയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. നൂറ്റാണ്ടുകളോളം മണ്ണും കല്ലും മൂടിക്കിടന്ന ഈ മൊസൈക്ക് ചിത്രങ്ങൾ 19-ാം നൂറ്റാണ്ടിലാണ് വീണ്ടും കണ്ടെത്തിയത്. സംരക്ഷിക്കുന്ന ജോലികൾ തുടങ്ങിയത് 1990-കളിൽ മാത്രമായിരുന്നു. ജോർദാന്റെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം നേടിയ പള്ളിയാണിത്. 1993-ൽ ഇതിന്റെ തറയ്ക്കടിയിൽ നിന്നും 152 പാപ്പിറസ് ചുരുളുകൾ ഗവേഷകർ കണ്ടെടുത്തിരുന്നു. ഒരു കുടുംബത്തിന്റെ രേഖകളായിരുന്നു ആ ചുരുളുകളിൽ. പക്ഷേ AD 528 മുതൽ 582 വരെയുള്ള കാലത്തെ പെട്രയിലെ ജനജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. പള്ളിയിൽ നിന്നിറങ്ങി നടപ്പ് തുടർന്നു. ഇതിവിടുത്തെ ഒരു ടീ ഷോപ്പാണ്. വേണമെങ്കിൽ അതിൽ കയറി അല്പനേരം വിശ്രമിക്കാം. പക്ഷേ നേരമില്ല. 12 മണിക്കകം ഇവിടുത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി പുറത്തു കടക്കണം. എല്ലാ മലകളിലും പുരാനിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കാണാം. ഒരു ഭാഗത്ത് ഖസർ അൽ ബിന്ദ് എന്ന ക്ഷേത്രം. അതിൽ നിന്നും വലിയ അകലത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രമുണ്ട്. ഇതാണ് പെട്രയിലെ ഗ്രേറ്റ് ടെമ്പിൾ. തകർന്നടിഞ്ഞ അനേകം തൂണുകളും പടവുകളും തുരങ്കങ്ങളുമെല്ലാമായി വലിയൊരു ക്ഷേത്രം. BC 1-ാം നൂറ്റാണ്ടിലും AD 1-ാം നൂറ്റാണ്ടിലുമായി നിർമ്മിക്കപ്പെട്ടതാണ് ഗ്രേറ്റ് ടെമ്പിൾ. AD 5-ാം നൂറ്റാണ്ട് വരെയും ഈ ക്ഷേത്രം സജീവമായിരുന്നു. റോമിലും ഈജിപ്തിലുമൊക്കെയുള്ള തരം വലിയൊരു ക്ഷേത്രക്കെട്ട് തന്നെയാണിത്. നബാത്യൻ ശില്പികളല്ല, അലക്സാൻഡ്രിയയിൽ നിന്നും വന്ന വിദഗ്ധ തൊഴിലാളികളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട്. തിരിഞ്ഞ് ഞാൻ നടന്നു വന്ന വഴിയിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. അങ്ങകലെ റോയൽ ടൂംബുകളുടെ മല കാണാം. അവിടെ നിന്നുമാണ് ഞാൻ നടന്നെത്തിയത്. ഇനി കുറച്ചുകൂടി നടന്നാൽ ഖസർ അൽ ബിന്ദിലേക്കെത്താം.
നബാത്യൻ രാജാവായിരുന്ന ഒബഡാസ് മൂന്നാമന്റെ കാലത്ത് BC 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ഖസർ അൽബിന്ദ്. പർവ്വതദേവനായ ദുഷരയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്ന ക്ഷേത്രം. ഈ കുന്നിറങ്ങി ദൂരെ കാണുന്ന ആ പാലവും കടന്ന് വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികളിലൂടെ വേണം അക്കാണുന്ന മലമുകളിലേക്ക് കയറാൻ. അവിടെയാണ് മൊണാസ്ട്രി എന്നറിയപ്പെടുന്ന കെട്ടിടം. റോയൽ ടൂംസിൽ കണ്ടതരം ഒരു ഗുഹാമന്ദിരമാണ് മൊണാസ്ട്രിയും. അതിന് മറ്റു പ്രത്യേകതകളൊന്നുമില്ല. അതിനാൽ മൊണാസ്ട്രി കാണാൻ പോകേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. മലനിരകളിലാകെ ഗുഹകളാണ്. അതിലൊക്കെയാണ് പെട്രയിലെ ജനം വസിച്ചിരുന്നത്. 100-200 അടി ഉയരത്തിൽ വരെ പാറക്കെട്ടുകളിൽ ഗുഹകളുണ്ട്. ഞാൻ നടന്ന് ഖസർ അൽബിന്ദിനു ചുവട്ടിലെത്തി. ദൂരെ നിന്ന് കണ്ടതുപോലെയല്ല, കൂറ്റനൊരു മന്ദിരമാണിത്. ഇന്നത്തെ ഒരു 7 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ക്ഷേത്രം. നിർമ്മിച്ച കാലത്ത് പെട്രയിലെ ഏറ്റവും വലുതും പ്രാധാന്യമാർന്നതുമായ ക്ഷേത്രമായിരുന്നു ഇത്. അതിനോടനുബന്ധിച്ച് കുറെ വലിയ നിർമ്മിതികൾ ഉണ്ടായിരുന്നു. അതെല്ലാം 363-ലെ ഭൂകമ്പത്തിൽ നിലം പൊത്തുകയാണുണ്ടായത്. പെട്രയിലെ മറ്റൊരത്ഭുതം ഇതാണ്: കല്ലുവിരിച്ച പാത. 2000 വർഷം മുൻപ് പെട്രയുടെ മെയിൻ റോഡായിരുന്നു ഇത്. അളവ് തെറ്റാതെ മുറിച്ചെടുത്ത് മിനുസപ്പെടുത്തിയ കല്ലുവിരിച്ച് സൗകര്യപ്രദമാക്കിയ പാത. അതിപ്പോഴും വലിയ കേടുപാടൊന്നുമില്ലാതെ അവശേഷിക്കുന്നു. നഗരത്തിന്റെ ഒരു കവാടം ഇതാണ്. സാൻഡ്സ്റ്റോൺ കൊണ്ട് പടുത്ത പടുകൂറ്റൻ കമാനം. റോമാക്കാർ നിർമ്മിച്ചതാണിത്. കവാടം കടക്കുമ്പോഴേക്കും ഒട്ടകങ്ങൾ വരുന്നു. ഈ ഒട്ടകങ്ങളും ഒട്ടകക്കാരുമാണ് പെട്രയ്ക്ക് പഴമയുടെ ജീവനും തുടിപ്പും നൽകുന്നതെന്ന് എനിക്ക് തോന്നി. ഇവരില്ലായിരുന്നെങ്കിൽ വിരസമായ കൽക്കെട്ടിടങ്ങളുടെ കാഴ്ച മാത്രമായി മാറിയേനെ പെട്ര. ഒട്ടകങ്ങളും കുതിരകളും നബാത്യൻ ഭടന്മാരുമൊക്കെ ചേരുമ്പോൾ ആ കാലഘട്ടത്തെ മനസ്സിലേക്ക് ആവാഹിക്കാൻ നമുക്കാവുന്നു. വല്ലാത്തൊരു അനുഭവമാണിത്. തണുപ്പുകാലമായിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഞാൻ കുറെ കൂടി ആസ്വദിച്ചേനെ. മോണിമെന്റൽ ഗേറ്റ് കടക്കുമ്പോൾ ആദ്യമെത്തുന്നത് ഗ്രേറ്റ് ടെമ്പിൾ കോംപ്ലക്സിലേക്കാണ്. ഗ്രേറ്റ് ടെമ്പിളിന്റെ മതിലാണിത്. പ്രൊപ്പീലിയം എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ടെമ്പിളിന്റെ പടിക്കെട്ടിലൂടെയാണ് ആളുകൾ നടന്നു കയറുന്നത്. റോമൻ മാതൃകയിലുള്ള നിർമ്മിതിയാണ് പ്രൊപ്പീലിയം. കൂറ്റൻ കല്ലുകളടുക്കി പണിത ഒരു പടിക്കെട്ട്. അക്കാലത്തെ ക്ഷേത്രങ്ങളെല്ലാം തറനിരപ്പിൽ നിന്നും 30 അടിയെങ്കിലും ഉയരത്തിലാണ് പണിതിരുന്നത്. കുറേയേറെ പടവുകൾ കയറണം ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്തേക്കെത്താൻ. 2000 വർഷം മുൻപത്തെ നിർമ്മിതിയുടെ ഈ കൃത്യതയോടെയും ഗാംഭീര്യത്തോടെയും ഇന്നൊരു കെട്ടിടം പണിയാൻ നമുക്ക് കഴിയുമോ എന്ന കാര്യം സംശയമാണ്. ഈ പടിക്കെട്ടും അതിന്റെ ഇരുഭാഗത്തുമുള്ള ക്ഷേത്രക്കെട്ടുകളും ചേരുന്നതാണ് യഥാർത്ഥ പ്രൊപ്പീലിയം. പടി കയറി എത്തുന്നത് അതിവിശാലമായ ഒരു തുറന്ന ഭാഗത്തേക്കാണ്. ലോവർ ടെമനസ് എന്നാണ് ഇതിന് ഗവേഷകർ നൽകിയിരിക്കുന്ന വിശേഷണം. വെറുമൊരു ക്ഷേത്രം മാത്രമായിരുന്നില്ല ഇത്. ക്ഷേത്രത്തിനു പുറമെ റെസിഡൻഷ്യൽ ക്വാർട്ടറുകൾ, ബാത്ത് ഹൗസുകൾ, ജലസംഭരണികൾ, തിയേറ്റർ മുതലായ വിപുല സൗകര്യങ്ങളുള്ള കോംപ്ലക്സ്. പല കാലഘട്ടത്തിൽ പല ഭരണാധികാരികൾ ഗ്രേറ്റ് ടെമ്പിളിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് ചരിത്രരേഖകൾ. 2 നൂറ്റാണ്ടിലേറെ പ്രതാപത്തോടെ നിലനിന്ന ക്ഷേത്രം 363-ലെ ഭൂകമ്പത്തിലാണ് തകർന്നത്. നൂറ്റാണ്ടുകളോളം പുറം ലോകത്തു നിന്നും മറഞ്ഞിരിക്കുകയായിരുന്നു ഇവിടം. ഇവിടെ നിന്ന് നോക്കുമ്പോഴും അങ്ങകലെ ഞാൻ നടന്നുവന്ന പാതയുടെ ഒരു ഭാഗം കാണാം. ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ പാതയിൽ സഞ്ചാരികളുടെ ഘോഷയാത്ര കാണാം. നബാത്യന്മാരുടെയും റോമാക്കാരുടെയും ബൈസന്റൈൻമാരുടെയും പാദം പതിഞ്ഞ മണ്ണിലെ ചരിത്രക്കാഴ്ചകൾ തേടിവരുന്നവർ. ഇത് പുരാതന ജനസമൂഹത്തിന്റെ സുഹൃതമാണ്. ഈ മണ്ണിൽ അവർ പണിതുവച്ച വിസ്മയങ്ങൾ കാണാൻ 2000 വർഷത്തിനു ശേഷവും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം നിർമ്മിക്കുന്ന എന്തെങ്കിലും 2000 വർഷം കഴിഞ്ഞു വരുന്ന ആളുകളെ ആകർഷിക്കുന്നതാവുമോ എന്ന ഒരു ചിന്ത കൂടി ഈ വഴി നടക്കുമ്പോൾ എന്നിലുണ്ട്. എല്ലാം തികഞ്ഞ ഒരു നഗരം. സുന്ദരമായ മൺപാത്രങ്ങളുടെ നിർമ്മാണത്തിലും ടെറാക്കോട്ട ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിലും വിദഗ്ധരായിരുന്നു ഇന്നാട്ടുകാർ. മലഞ്ചെരുവുകളിലൂടെ ചരിത്രാവശിഷ്ടങ്ങൾ തേടി കുതിരവണ്ടികൾ നീങ്ങുന്നു. അതിൽ സഞ്ചാരികളുണ്ട്. 2000 വർഷം മുൻപും ഇത്തരം കുതിരവണ്ടികളാണ് ഈ തെരുവിലൂടെ നീങ്ങിയിരുന്നത്. പിന്നെ ഒട്ടകങ്ങളും. ആ കാലഘട്ടത്തിന്റെ കണ്ണികളായി ഇന്ന് അവശേഷിക്കുന്നത് കുതിരകളും ഒട്ടകങ്ങളും തന്നെയായിരിക്കുമെന്ന് തോന്നുന്നു.
ഇവയുടെ ദൃശ്യഭംഗി മാത്രമല്ല എന്നെ ആകർഷിക്കുന്നത്. പെട്രയിൽ ഈ കാഴ്ചയുടെ തീവ്രതയും അത് പകരുന്ന ചരിത്രാവബോധവും ചെറുതല്ല. ചുട്ടുപൊള്ളുന്ന വെയിൽ, ദീർഘമായ നടത്തത്താൽ ഇനിയും ഒരടി മുന്നോട്ട് നടക്കാനാവാത്തത്ര പരീക്ഷീണനാണ് ഞാൻ. എങ്കിലും ആവേശം ഒട്ടും കുറയുന്നില്ല. ഒരു ജനസമൂഹം അവശേഷിപ്പിച്ച അത്ഭുതങ്ങൾ നൽകുന്ന ആവേശമാണത്. ചരിത്രം നൽകുന്ന ആവേശം.